ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു അടിപൊളി ബൊക്കയല്ല, ബൊക്ക പോലെ ഇരിക്കണ ബൊക്കയെ വെല്ലും ഒരു അടിപൊളി ചെടിയാണിത്. അടിപൊളിയായിട്ട് കാണാൻ നല്ല എന്തോ ഒരു ഭംഗിയല്ലേ അറിയോ, കണ്ണിനൊരു പ്രത്യേക ഒരു വൈബായിട്ട് തോന്നും കേട്ടാ. എൻ്റെ വീട്ടിലല്ല കേട്ടാ, എൻ്റെ നാത്തൂൻ്റെ വീട്ടിലാണ്, ചെറിയ നാത്തൂൻ്റെ വീട്ടിലാണ് കേട്ടാ. ഇപ്പോൾ കുറച്ചായിട്ട് ഈ ചെടിമെന്നൊക്കെ അങ്ങനെ മാറി നിന്നിട്ടുണ്ട്. മുമ്പ് നിറയെ ചെടികളുണ്ടായിരുന്നു കേട്ടാ. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെടികളൊക്കെ ഉണ്ട്, എങ്കിലും മുമ്പ് നല്ല ചെടികൾ ഇഷ്ടപ്പെട്ടതിൻ്റെ ആളായിരുന്നു. ഇപ്പോൾ കുറച്ചങ്ങോട്ട് സൈഡ് മാറിയതാണ്. പക്ഷേ ഇവരിതെന്താ വെച്ചാൽ ഈ ചെടി ഒഴിവാക്കാതെ വീടിൻ്റെ ഒരു ബാക്ക് ഭാഗത്തേക്ക് ഒരു സൈഡിൽ കൊണ്ടു വെച്ചതായിരുന്നു, ഒഴിവാക്കണ്ടല്ലോ വെച്ചിട്ട്. പക്ഷേ ഇപ്പോൾ അവിടെ കിടന്ന് എന്തുമാത്രം ഫ്ലവറാണ് ഇട്ടിട്ടുള്ളത് വരും. ഇത് അടിയിലൊക്കെ ഉള്ള വെള്ളം എന്താ വെച്ചാൽ ഇത് മോട്ടർ നിറഞ്ഞൊലിച്ചതാട്ടാ. അതാണ് ഇത്രയും വെള്ളം കിടക്കണത് ഈ കൊടുംവേനലിലും. അപ്പോൾ ഇവർ വേണ്ടാത്തൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതായിരുന്നു. നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്ലവർ ഇട്ടിട്ടുണ്ട്. അടിപൊളി പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഇതിമ്പോൾ തന്നെ മൊട്ടുകളും ഉണ്ട്. വിരിഞ്ഞ് വരുന്ന ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള സെക്ഷനായിട്ടുള്ള എത്ര പൂക്കളുണ്ട് തന്നെ എണ്ണ തീരാത്ത അത്രയും ബഞ്ചായിട്ട് പൂത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഇത് ഓരോ ഘട്ടമാണ്. ഇത് നല്ല ഫ്ലവർ വരുന്നത്. ഇതങ്ങനെ പെട്ടെന്നൊന്നും ഏകദേശം ഒരു 1-2 വീക്കൊക്കെ ഈ ഫ്ലവർ ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഒരു പിങ്ക് കളർ എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ കട്ടിങ്സ് ഞാൻ കൊണ്ടുപോയി നട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം അകത്തിങ്ങനെ അവിടെയൊക്കെ എന്നെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ, എൻ്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ. അപ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, അകത്തുനിന്ന് പറയണേ അവളെ ഏതെങ്കിലും ചെടീൻ്റെ ചുറ്റുപാട് എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന്. കണ്ടില്ലേ, ഇത് മുട്ടായിട്ട് വിരിയുന്ന ഒരു മുട്ടിൻ്റെ ഒരു സെക്ഷനാണ്. മുട്ട് കഴിഞ്ഞ് അതിലും ചെറിയ കുഞ്ഞി മുട്ട് കുറച്ചും കൂടി ഒരു ചെറിയൊരു മാറ്റം വന്നതാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഇതാണ് അത്രയും ബഞ്ചായിട്ട് വരും. ഇപ്പോൾ കാണുന്നതിൽ ഒരു ചെറിയ ഫ്ലവറായിട്ടേ വരുന്നുള്ളൂ. കുറച്ചും കൂടി കഴിയുമ്പോഴാണ് നല്ല ബഞ്ചായിട്ടാണ് വരും. ഓരോ ഘട്ടമായിട്ട് വരുമ്പോൾ ഇങ്ങനെ സൈഡ് ഇത് കുഞ്ഞു മുട്ടാണ്, തളിരിട്ട് വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ സൈഡിലൊക്കെ ഉണ്ടില്ലേ മുട്ട്. ചെടികൾ എവിടെ ഉണ്ട് അവിടെ ഇന്നെ നോക്കിയാൽ മതി എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. നമ്മളിവിടെ പുറത്തുനിന്ന് ഇങ്ങനെ കേൾക്കണേ. കണ്ടില്ലേ, ഇത് ഓരോ സെക്ഷൻ, ഇത് കുറേ ടൈം പിടിക്കും കേട്ടോ. ഇതോരോ വൈറ്റ് ആയിട്ട് പിന്നെ ഒരു ചെറിയൊരു പർപ്പിൾ, ഇതാണ് ഏറ്റവും ലാസ്റ്റ് ഇട്ടാ. അതങ്ങനെ ഇങ്ങനെ കൊഴിഞ്ഞു പോകില്ല പറഞ്ഞ പോലെ തന്നെ പർപ്പിൾ കളർ മാറി, സോറി പർപ്പിളല്ല, നീല ഒരു ബ്ലൂ കളർ മാറിയിട്ടൊരു ഗ്രീനിക്കാണ് വന്നിട്ടുണ്ട്. ഇനി അത് നമ്മൾ ജസ്റ്റ് ഇത് ഒടിച്ചിട്ടാലാണ് ഇതിമ്മന്ന് അങ്ങനെ പോവുള്ളൂ. അല്ലെങ്കിൽ ഇതിമ്മ കിടന്ന് കുറേ ടൈം ഇങ്ങനെ നിൽക്കൂട്ടാ. ഒടിച്ചിട്ടാൽ എന്താ വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇനിയും ഫ്ലവർ വരും കേട്ടോ. കണ്ടില്ലേ, ഇതത്ര ഇങ്ങനെയൊന്നും പോവില്ല. ഇത് ഇത്രയും തിക്കായിട്ട് ബഞ്ചായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. അതൊരു നല്ല ഭംഗിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു തൂമ്പ് കട്ടിങ്സാണ് നടേണ്ടത്. ഇത് എത്രത്തോളം ഹെൽത്തി ആണെന്നുള്ളത് ഇതിൻ്റെ ഒരു ഇലകളും കാര്യങ്ങളും നോക്കിയാൽ തന്നെ മനസ്സിലായി. അത്രയും വലിയ ലീഫായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ലൊരു ഭംഗി. ഞാനിതിങ്ങനെ കണ്ടപ്പോൾ ഇവരും സൈഡൊക്കെ ഇങ്ങോട്ട് ബാക്ക് കൊണ്ടുവച്ചതായിരുന്നു കേട്ടോ. ആ ബാക്കിലാണ് ഇത്ര ഹെൽത്തി എല്ലാം ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഈ കൊടുംവേനലിൽ ഇതിൻ്റെ ഇലകളൊക്കെ ഒരു ഉഷാറ് നോക്ക്. പിന്നെ ഇത് ഇവിടുന്ന് ഒഴിവാക്കാത്ത എന്താ വെച്ചാൽ ഇതിൻ്റെ പൂവിൻ്റെ ഒരു ഭംഗി കൊണ്ടാണ് കേട്ടോ. ഇനി ഇത് ഫ്രണ്ടിക്ക് വെക്കുക, ഞാനൊക്കെ പറയുന്നത് ഫ്രണ്ടിക്കാണ് ബെസ്റ്റാണ് പറയുന്നത്. നല്ല ഫ്ലവറും ഇല്ലേ, കാരണം ഇതിവിടെ അത്യാവശ്യം ഇത് ഇതേമാരത്തൊരു കട്ടിങ്സ് കൊണ്ട് വെച്ചാൽ മതി കേട്ടോ. അധികം മൂത്ത കമ്പല്ല ഇത് നടേണ്ടത്. ഇതൊരു തൂമ്പ് കമ്പ് ഇളയ കമ്പൊക്കെ ആയിട്ടാണ് ഇത് നട്ടാൽ മതി കേട്ടോ. നല്ലൊരു ഇതാണ് കുഞ്ഞു മുട്ട്. ഇതിങ്ങനെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് വരുന്നത്. ഇതിൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇതുപോലെ ആവും, അങ്ങനെ ചെറിയൊരു, അത് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിക്ക് വരും. കണ്ടില്ലേ, നല്ലൊരു തിക്കായിട്ടുള്ളൊരു പൂക്കളൊക്കെയാണ്. ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ മുറ്റത്തിൻ്റെ ചുറ്റും നടന്നപ്പോഴാണ് ഈ ഫ്ലവർ ഞാൻ ഇവിടെ കണ്ടത് കേട്ടോ. ഇതിൻ്റെ ഇത് ഒന്നും കൂടി കഴിഞ്ഞാൽ ഈ കളർ ഇതൊരു കൂടി ഒരു ഡാർക്ക് ആവണുള്ളൂ. അത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു കടും കളറാണ് ഇതിൻ്റെ അപ്പുറത്തുള്ളത്. കണ്ടില്ലേ, അവിടുന്നും കഴിഞ്ഞാലാണ് ആ ഗ്രീൻ ടച്ചൊക്കെ വരുന്നത് കേട്ടോ. ഇത്രയും ഒരു കുഞ്ഞു പോയിട്ട് വരാണ്. ഇത്ര നല്ല ലോങ് ലാസ്റ്റ് നിൽക്കും ചെയ്യും കേട്ടോ. അത്യാവശ്യം ഞാൻ അത് കാണിക്കണതൊന്നും ഒരേ മുട്ടുകളല്ല, ഒക്കെ വെറൈറ്റി വേറെ മുട്ടുകളും കാര്യങ്ങളുമാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് മുട്ടുകളും ഉണ്ട് കമ്പുകളും ഉണ്ട്. കണ്ടില്ലേ, അതൊരു മുട്ട്, അവിടെ ഒരു സൈഡിൽ അതൊരു മുട്ട്. നമ്മൾ കാണിക്കുമ്പോൾ എല്ലാതും ഒന്നാ വിചാരിക്കും, കാരണം അതുപോലെയാണ് ഇരിക്കണത് എല്ലാം. എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യേണ്ട. കണ്ടില്ലേ, ഇത് രണ്ടിൻ്റെ ആയിട്ടും ഡിഫറൻറ്റ് നോക്ക്, നല്ലൊരു ഇതായിട്ട് തന്നെ വരുന്നത്. ഞാൻ ഇവിടെ നിന്ന് കണ്ടിട്ടാണ് ഇതിൻ്റെ ഒരു കട്ടിങ്സ് ഞാൻ കൊണ്ടുവച്ചത് കേട്ടോ. അത്രത്തോളം ഭംഗിയുള്ള ഫ്ലവറാണ്. പക്ഷെ എത്ര ലാസ്റ്റ് എന്നുള്ളത് നമ്മുടെ വീട്ടിൽ വിരിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ ശ്രദ്ധിച്ചത്.
കണ്ടില്ല, ഇതൊരു വീടിൻ്റെ ഒരു സൈഡ് മൂലൊക്കെ ബാക്കിൽ കൊണ്ട് വെച്ചേക്കണ്ട, സങ്കടമുണ്ട്. എങ്കിലും ഫ്ലവറല്ലേ, കാരണം അതൊക്കെ ഫ്രണ്ട് ഭാഗത്ത് വരേണ്ടതൊക്കെ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒട്ടും ഓർമ്മയില്ല കേട്ടോ. മാത്രം നല്ല തിക്കായിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ. അതിൻ്റെ പേര് എന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല. ഞാൻ കുറച്ച് മുമ്പ് ട്രിപ്പായിട്ട് ഊട്ടി മൈസൂരൊക്കെ പോയപ്പോൾ അവിടെ ഊട്ടിയിലുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എങ്ങനെയാ വെച്ചാൽ വൈറ്റ്, പിങ്ക്, യെല്ലോ, ബ്ലൂ, ഒരു പിങ്ക് ഒക്കെ